തീവ്രവാദ ഭാഷയുമായി ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ഒരു വാർത്തയിൽ ഇത്രത്തോളം പ്രൊട്ടക്ഷൻ ഇപ്പൊ അദ്ദേഹത്തിന് എന്തിനാണ്. അദ്ദേഹം ഇപ്പോൾ എല്ലാവരെയും വിമർശിക്കുക. ഇപ്പോഴത്തെ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം. സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വർഗീയ തീവ്രവാദ ഭാഷയുമായി മുസ്ലിം ലീഗ് CPM-ൻ്റെ അടുത്തേക്ക് വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട്ട് കുറേ തങ്ങൾമാരുണ്ട്, ആ തങ്ങൾമാരെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ചാണ്. CPM നെടുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം EMS ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDP-യോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിൽ സാദിഖ് അലി തങ്ങൾക്ക് ഉത്തരവാദിത്വം പങ്കുമില്ലേ? രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണോ അത്? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കില്ലേ? സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയേണ്ടതും പറയുകയില്ലേ? അത് പറയാൻ പാടില്ലെന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകുമോ? ആരെങ്കിലും അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞതിനോടുള്ള പ്രതികരണങ്ങളുടെ ഭാഷ തീവ്രവാദികളുടെ ഭാഷയാണ്. തീവ്രവാദ ബന്ധത്തിൻ്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. വർഗീയ തീവ്രവാദ സ്വഭാവത്തിൻ്റെ ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അത് ഗുണം ചെയ്യില്ല. ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്ക് എതിരാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഭയങ്കര വ്യക്തമായ രീതിയിലാണ് അദ്ദേഹം ഓരോരുത്തർക്കിട്ടും ഇങ്ങനെ മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും താൻ വിമർശിച്ചത് പെർട്ടിക്കുലറായിട്ട് ഒരു തങ്ങളെയാണ്, അല്ലാതെ വേറെ പാണക്കാടുള്ള വേറെ തങ്ങൾമാരെ അല്ല. ഒരുപാട് തങ്ങൾമാരുണ്ട്. പക്ഷെ അദ്ദേഹം സാദിഖ് അലി തങ്ങളെയാണ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് എന്നുള്ളതും അദ്ദേഹം കോട്ട് ചെയ്ത് പറയുന്നു. ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തത്. അന്ന് രാജ്യത്താകമാനം മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. അന്ന് കേരളത്തിൽ ലീഗ് കോൺഗ്രസിനൊപ്പം അധികാരത്തിലാണ്. ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ലീഗ് അണികളിൽ വികാരമുയർന്നു. പക്ഷേ ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസ് വിരുദ്ധ വികാരത്തിലായപ്പോൾ അത് ശമിപ്പിക്കാൻ അന്നത്തെ പാണക്കാട് തങ്ങളെ ഒറ്റപ്പാലത്ത് കൊണ്ടുവന്നു. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ലീഗ് പ്രവർത്തകർ വീടുകളിലെത്തി പറഞ്ഞിട്ടും ആരും പോയില്ല. അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങൾ. പക്ഷേ ഈ നിലപാടിൻ്റെ ഭാഗമായതിനാൽ ലീഗിൻ്റെ അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് പിണറായി വിജയൻ വീണ്ടും ആവർത്തിക്കുന്നു. അതിന് ലീഗിൻ്റെ ചിലർ എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് എന്ന് മുഖ്യമന്ത്രി അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് ലീഗ് പ്രവർത്തകരെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ തൻ്റെ നേർക്ക് വരുന്ന വിമർശന അമ്പുകൾക്കെതിരെയൊക്കെ തിരിച്ച് അമ്പുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. പിണറായി വിജയൻ ശക്തമായ ഭാഷയിലാണ് മുസ്ലിം ലീഗിനോടൊക്കെ ഇപ്പോൾ സംസാരിച്ച് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോകാരം എന്നുള്ളത് കൂടുതൽ പ്രതികരണങ്ങളോട് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ വരും കാലങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിനോ പാർട്ടിയുടെ നിലപാടിനോ ആര് പ്രവർത്തിച്ചാലും അദ്ദേഹം അതിപ്പോൾ ആരാണെങ്കിലും അദ്ദേഹം തിരിച്ചടിക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് തരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ. കാരണം അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പേടിയില്ലായ്മയാണ്. പറയുമ്പോൾ എന്തായാലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭീഷണിപ്പെടുത്തുമായിരിക്കുമല്ലോ.